ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് പയ്യാമ്പലം ബീച്ചിലോട്ടാണ് നമ്മളിന്ന് പോകാനായിട്ട് വിചാരിക്കുന്നത്. നമ്മുടെ സ്വന്തം നാടാണ് കേട്ടോ. അതായത് നമ്മുടെ ഇടച്ചേരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇടച്ചേരിയിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള റോഡിലൂടെയാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ബീച്ചിലോട്ട്, അതായത് കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പയ്യാമ്പലം ബീച്ചിലോട്ട് മോർണിംഗിൽ തന്നെ പോയി നമ്മൾ ബീച്ചിൻ്റെ പരിസരത്തൂടെ നമുക്ക് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. മോർണിംഗ് വാക്കായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് മൂടിക്കെട്ടിയ ഒരു ദിവസമാണ്, നല്ല മഴയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ബീച്ചിൻ്റെ പരിസരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ അവിടെ നടക്കാൻ പറ്റുമോ. ഒരുപാട് മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റൂല. പക്ഷേ എന്തായാലും നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ നേരെ വിട്ടേക്കാം. നമ്മൾ മുന്നോട്ട് വെച്ച കാല് നമ്മൾ മുന്നോട്ട് തന്നെ, നമ്മളൊരിക്കലും പിന്നോട്ട് എടുക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ മഴയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ ബീച്ച് വരെ പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ നേരെ നമുക്ക് മുന്നോട്ട് തന്നെ പോയേക്കാം. നമ്മുടെ നാട്ടിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. എല്ലാ നാട്ടിലും ഗ്രൗണ്ടുകൾ ഉണ്ടാവാം. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേക പേരുള്ള ഗ്രൗണ്ടാണ് സൺഡേ ഗ്രൗണ്ട്. സൺഡേ ഗ്രൗണ്ടിൻ്റെ പരിസരത്ത് നമ്മളിപ്പോൾ എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സൺഡേ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ കാണുന്ന വലതുഭാഗത്തുള്ള ബിൽഡിങ് നമ്മുടെ എടച്ചേരി മടപ്പുര, അതായത് പുതിയ മടപ്പുര ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഈ വലതു സൈഡിലുള്ളത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും വലിയ ക്രൈസുള്ളൊരു സംഭവം ഉണ്ടാവും. അത്തരത്തിലൊരു ക്രൈസാണ് എനിക്ക് വാഹനങ്ങളോടുള്ളത്. ജീവിതത്തിൽ ഏറ്റവും വലിയ ക്രൈസ് വാഹനങ്ങളോട് മാത്രമേ ഉള്ളൂ. വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും വാഹനങ്ങൾ ഓടിക്കാനും അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ പോകാനും, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ക്രൈസ് എന്ന് പറയുന്നൊരു കാര്യം. ഈ ഒരു ഹോബി മാത്രമേ സത്യം പറഞ്ഞാൽ ഉള്ളൂ ലഹരിയായിട്ട്. വാഹനങ്ങളാണ് ലഹരി, അതുപോലെ തന്നെ യാത്രകളാണ് എൻ്റെ ലഹരി. നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ജനിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വാഹനം, കാറായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, JCB ആയിക്കോട്ടെ, എയറോപ്ലെയിൻ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ഒരു വാഹനം സ്വന്തമാക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാ ആൺകുട്ടികൾക്കും ചെറുപ്പം തൊട്ടേ ഉള്ളൊരു വികാരമാണ് വാഹനം എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ പള്ളിക്കുന്നുള്ള ഗോഡ്സ് ജിം കേട്ടോ. ഈ റൈറ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വർക്കൗട്ടിന് രാവിലെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. കണ്ണൂരിൽ തന്നെ അത്യാവശ്യം നല്ല പേര് കേട്ടൊരു ജിമ്മാണ് നമ്മുടെ ഗോഡ്സ് ജിം കേട്ടോ. മോർണിംഗിലായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുന്നത്. ഈ കാണുന്ന ഇടതുവശത്താണ് കണ്ണൂരിലെ ശ്രീപുരം സ്കൂള് നിലനിൽക്കുന്നത് കേട്ടോ. ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കോൺവെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ സ്ഥലത്തിനാണ് കണ്ണൂർ ചെട്ടിപ്പീടിക എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഫെഡറൽ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ SBIൻ്റെ ATM കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫർണിച്ചർ ഷോപ്പ് ഉൾപ്പെടെ പല സാധനങ്ങളും ഈ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. നമ്മുടെ ചെട്ടിപ്പീടിക എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത്. ഇവിടെ നിന്ന് വലത്തുവശത്താണ് നമ്മുടെ കൊയിലി ഹോസ്പിറ്റൽ. എല്ലാവർക്കും അറിയായിരിക്കാം, കണ്ണൂരിലുള്ള കൊയിലി ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. ഈ ഇടതുഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ കണ്ണൂരിലുള്ള കസാമറീന കോംപ്ലക്സ് കേട്ടോ. അത്യാവശ്യം ഒരുപാട് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും ഒക്കെയായി തിരക്കുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ. ഇവിടെ തന്നെയാണ് ഷീൻ ബേക്കറിയും. ഇതിൻ്റെ തൊട്ട് മുന്നിലോട്ട് പോകുമ്പോൾ ഈ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ കണ്ണൂരിലുള്ള AKG ഹോസ്പിറ്റൽ കേട്ടോ. നമ്മൾ ഈ ഒരു റോഡിലോട്ട് കയറുമ്പോൾ നമുക്കിവിടെ ചൈതന്യ ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് റാന്തൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ കബാൻ ബാമ്പു എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. തൊട്ട് മുന്നിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മാധവ് റാവു എന്ന് പറയുന്ന മറ്റൊരു ഹോസ്പിറ്റലും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് കണ്ണൂരിലെ NKVT പെട്രോൾ പമ്പ് കേട്ടോ. അതുപോലെ തന്നെ കാറിൻ്റെ സെറാമിക് കോട്ട്, പോളിഷിങ് ഒക്കെ ചെയ്യുന്ന മറ്റൊരു കാറിൻ്റെ ഒരു ഷോപ്പും കൂടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അവൈലബിൾ ആണ്.
ഈ നേരെ കാണുന്നതാണ് നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനം കേട്ടോ. അതായത് എക്സിബിഷനും അതുപോലുള്ള ബന്ധപ്പെട്ട പല പരിപാടികളും നടക്കുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലാണ് കണ്ണൂർ പല പരിപാടികളും നടക്കാറ്. എക്സിബിഷൻ ഉൾപ്പെടെ സർക്കസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പോലീസ് മൈതാനിയിൽ കണ്ണൂർ നടക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തിന് പറയുന്നതാണ് കണ്ണൂർ സ്റ്റേഡിയം സ്ക്വയർ എന്ന്. ഇവിടെയാണ് നമ്മൾ അത്യാവശ്യം ചായയൊക്കെ കുടിക്കാൻ വരുന്നത്. ഇതിൻ്റെ പരിസരത്ത് തന്നെ ഒരു മൃഗാശുപത്രി ഉണ്ട്. കണ്ണൂരുള്ള പഴയ ബസ് സ്റ്റാൻഡും ഇതിനോടടുപ്പിച്ച് തന്നെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരിലുള്ള ഫുട്പാത്തും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ഇവിടെ നമുക്കൊരു ട്രെയിന് പോകുന്ന പാലമുണ്ട്. ട്രെയിന് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ പുറകോട്ട് നിൽക്കുന്നത് കാണാം. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ കണ്ണൂരിലുള്ള മുനീശ്വരൻ കോവിൽ എത്തുക. അതായത് കണ്ണൂർ മുനീശ്വരൻ കോവിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ മെയിൻ മാർക്കറ്റിൻ്റെ അടുത്താണ് നമുക്ക് ഈ ഒരു റോഡ് ചെന്നെത്തുന്നത് കേട്ടോ. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ കച്ചവടക്കാരൊക്കെ പല സാധനങ്ങളും മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഇതിൻ്റെ അകത്തോട്ട്, അതായത് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശം നമുക്കൊരു വഴിയുണ്ട്. അവിടെയാണ് നമ്മൾ അത്യാവശ്യം പച്ചക്കറികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ കണ്ണൂരിലെ ഏറ്റവും വലിയ കണ്ണൂർ മാർക്കറ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് മാർക്കറ്റിലോട്ട് കയറി പോകേണ്ടത് കേട്ടോ. കണ്ണൂർ ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് SN പാർക്ക് എന്നാണ്. നമ്മുടെ ഈ ഒരു സ്ഥലം, നമ്മുടെ നായ്ക്കുട്ടന്മാരെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ പയ്യാമ്പലം ബീച്ചിലോട്ട് നമ്മൾ എത്താനായി കേട്ടോ. ഏതാണ്ട് നമ്മൾ എത്താനാകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡോട്ടാണ് നമുക്ക് തിരിയേണ്ടത്. ഈ റൈറ്റ് സൈഡ് തിരിയുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ചായ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കട തന്നെ ഈ ഒരു പരിസരത്തുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ മഞ്ഞ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ. ഇതാണ് ആ ബെസ്റ്റ് ചായക്കട കേട്ടോ. നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴി നമുക്ക് കിട്ടുന്ന നല്ലൊരു ചായക്കടയാണ് ഈ ഒരു കട. അപ്പോൾ നമ്മളെ കണ്ണൂരിലുള്ള മൊഞ്ചത്തി ആയിട്ടുള്ള നമ്മുടെ പയ്യാമ്പലം ബീച്ചിൻ്റെ പരിസരത്തോട്ട് എത്തി. ഇപ്പം തന്നെ നമ്മുടെ ബീച്ചിൻ്റെ പരിസരത്ത് തന്നെ നമുക്ക് നടക്കാനുള്ള സംവിധാനവും അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ടൊക്കെ ഒരുക്കിയത് കൊണ്ട് തന്നെ ബീച്ചിൻ്റെ പരിസരത്ത് വന്നിരിക്കുക, ഇവിടുന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാരക ആംബിയൻസ് തന്നെയാണ് കേട്ടോ നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ.
നമുക്ക് കളിക്കുവാനുള്ള ടർഫ് ഉൾപ്പെടെ കുട്ടികൾക്ക് കളിക്കുന്ന പാർക്ക്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, ഒരുപാട് റിസോർട്ടുകൾ, താമസിക്കാനുള്ള ഒരുപാട് സൗകര്യം, ഇത്തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സൗകര്യങ്ങളും നമ്മുടെ ഈ പയ്യാമ്പലം ബീച്ചിൽ ഇപ്പം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് ഏതായാലും വാഹനം നൈസായിട്ട് ഒതുക്കി നമുക്ക് ബീച്ചിൻ്റെ കാഴ്ചകളൊന്ന് നോക്കിയിട്ട് വരാം, എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം, അതായത് നമ്മൾ ബീച്ചിലൊക്കെ വന്നാൽ നിൽക്കുന്ന സ്ഥലം വരെ ഏതാണ്ട് ബീച്ച് കയറി വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ കുളിക്കാനായിട്ട് ആരും ചെയ്യരുതെന്നാണ് പറയാനുള്ളത്. കാരണം അപകടമാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ. ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കുളിക്കാനൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം വളരെ ഡേഞ്ചറാണ്. കാരണം മഴയുള്ളാകുന്ന സമയത്ത് കടൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷോഭിച്ചിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആരും തന്നെ കീഞ്ഞ് അപകടങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നുള്ള റിക്വസ്റ്റ് ഞാൻ ആദ്യമേ പറയാം. ഓക്കെ, ഇതുവഴി വന്നപ്പോൾ ഒന്ന് ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ മഴയുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ ഒരു റോഡ് വഴി രാവിലെ ധാരാളം ആൾക്കാർ ഓടാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ. ഓടാനും നമുക്ക് രാവിലെ നമുക്ക് എക്സസൈസ് ചെയ്ത് നമുക്ക് നടക്കാനൊക്കെ ആയിട്ട് നല്ല പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് ബീച്ചിൻ്റെ ഈ ഒരു ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരുപാട് ആൾക്കാർ രാവിലെ മോർണിംഗിൽ വന്ന് എക്സസൈസ് ചെയ്യുന്നതാണ്, നടക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ മഴയായതുകൊണ്ടാണ് ആരെയും കാണാത്തത് കേട്ടോ. മഴയാണ് പെയ്തത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ളൊരു മഴയാണ്. നമുക്ക് വാഹനം വരെ ഓടിക്കാൻ പറ്റില്ല, ആ ലെവലിലുള്ളൊരു മഴയാണ് കേട്ടോ പെയ്തത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഏതായാലും എത്രത്തോളം ഉണ്ട് മഴയുടെ പവറൊന്ന്. തകർപ്പ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്.